എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. ചിരി ആഘോഷമാക്കിയ ഭീമ സിനിമ ചിരിമയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു ഭീമ സിനിമ ചിരിമ. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. ജയസൂര്യ ഇന്ന് ജയസൂര്യയോടൊപ്പം ഒരുപാട് വേദികളിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു കലാകാരനും കൂടി ഇവിടെ വരുന്നുണ്ട്. പ്രശാന്ത് കാഞ്ഞിരമറ്റം. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ആണല്ലേ? ഞങ്ങൾ കുറച്ചാണ് ഒരുമിച്ചുണ്ടായിരുന്നു. അത് ഈ തൃപ്പൂണിത്തുറ കേന്ദ്രമാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നത് തുടങ്ങിയ കേന്ദ്രമാക്കിക്കൊണ്ട്, അതായത് പറഞ്ഞു വന്ന വേറൊന്നുമല്ല, എന്നെ അനുകരിക്കേണ്ട എന്നാണ് പറഞ്ഞു വന്നത്. ഇവൻ രാഷ്ട്രീയത്തിലേക്ക് പോകാനിരിക്കുകയാണ്, നേരത്തെ അബിക പറഞ്ഞ പോലെ. അപ്പോൾ തൃപ്പൂണിത്തുറ കേന്ദ്രമായിക്കൊണ്ട് അന്ന് ഇങ്ങനെ ചെറിയ അമേച്ചർ സംഘങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു, ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കൂടുന്നത് തന്നെ ഒരു വലിയ വഴക്കിൽ നിന്നാണ്. അപ്പൊ അത് വേറൊന്നുമല്ല, ആരാണ് സുന്ദരൻ എന്നുള്ള പേരിലാണ് വഴക്കുണ്ടായത്. അതിപ്പോ അറിയാലോ, ഞാൻ തന്നെയാണല്ലോ. പിന്നെ അതിനകത്തൊരു തർക്കത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ഞാൻ ആവശ്യമില്ലാത്ത കാര്യം തർക്കിക്കാം. അവനതൊക്കെ ഒരു സന്തോഷമാണെങ്കിൽ പാവം. അല്ല, ഇവൻ കണ്ണാടി നോക്കാറില്ല, അതുകൊണ്ടാണ് പാവം. എന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർ ഇരിക്കണേ. അല്ല, ഇനിയിപ്പോ എന്നെ കണ്ടല്ലോ, ഇനിയിപ്പോ അടുത്ത ഇത്ര ആലോചിച്ചോളൂ. അപ്പൊ ഏതായാലും ഞങ്ങൾ പറഞ്ഞ സത്യോടാ, കഷ്ടകാലം തുടങ്ങിയ നിനക്ക്. അപ്പൊ ഞാനങ്ങനെ എനിക്കൊരു ചെറിയ സംഘമുണ്ട്. അപ്പൊ സെയിം ടൈം ജയനും ഒരു ചെറിയ മിമിക്രി സംഘമുണ്ട്. അപ്പോൾ എൻ്റെ ട്രൂപ്പിൽ കളിക്കുന്ന 1-2 പേര് ജയൻ്റെ ട്രൂപ്പിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് ഈ ഓണക്കാലത്ത് എന്നൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് വന്ന സമയമാണ്. അപ്പോൾ ഒരു തിരുവോണത്തിന് അന്ന് 3 പ്രോഗ്രാം. ഫസ്റ്റ് പ്രോഗ്രാം ഏഴക്കർനാട്, സെക്കൻഡ് പ്രോഗ്രാം തിരുവാങ്കുളം, തേർഡ് പ്രോഗ്രാം ഉദയംപേരൂർ. അപ്പോൾ ആ സമയത്താണ് ചോറ്റാനിക്കരയിൽ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഒരു ക്ലബ്ബ് തുടങ്ങി. അപ്പോൾ അവർക്കൊരു പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 3 പ്രോഗ്രാം ഓൾറെഡി എനിക്ക് കമ്മിറ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു, എടാ നമുക്ക് തൃപ്പൂണിത്തുറയിൽ ജയൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. പിന്നെ പറഞ്ഞു കേട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ ഇവനും അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ പറയും, നിൻ്റെ ഏകദേശം ഒരു ഫീച്ചേഴ്സാണ്, നിന്നെ പോലെയൊക്കെയാണ് ഏകദേശം സംസാരം, നീ ചെയ്യുന്ന സ്റ്റാർസൊക്കെയാണ് ചെയ്യണത്, കണ്ടനുകരിച്ചിട്ടല്ല, സൈമൾട്ടേനിയസ്ലി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നുണ്ട്, നീ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നിങ്ങൾ ഭയങ്കര സിമിലാരിറ്റിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഈ ആഗ്രഹത്തിൻ്റെ പേരിൽ ജയനെ വിളിക്കുകയാണ്. ജയനെ വിളിച്ചപ്പോൾ ജയൻ, ഹലോ ആരാ? അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ പ്രശാന്ത് കാഞ്ഞിരമറ്റമാണ്. പറ പ്രശാന്തേ. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇങ്ങനെ ചോറ്റാനിക്കരയിൽ, എത്ര രൂപ ഉണ്ടടാ? അപ്പോൾ അന്ന് 1000 രൂപയ്ക്കാണ് ഒരു ട്രൂപ്പ് മൊത്തം പ്രോഗ്രാം ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞു 1000 രൂപയുണ്ട്. 1000 എന്ന് പറഞ്ഞില്ല, ഞാൻ 800 എന്ന് പറയാൻ ഉദ്ദേശിച്ചത്, കാരണം 200 രൂപ എനിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഉടനെ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പ്രോഗ്രാമായിട്ട് ചെയ്യുന്ന 1000 രൂപയ്ക്കാണ്. പിന്നെ വേറൊരു നിർബന്ധം എനിക്കുള്ളത്, മൈക്ക് സിസ്റ്റം, ഡിലേ, മിക്സർ യൂണിറ്റൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ പ്രോഗ്രാമിന് വരുള്ളൂ. അപ്പം അന്ന് ആംപ്ലിഫയറും 2 ബോക്സും 4 മൈക്രോഫോണുമാണ് തരുന്നത്. അപ്പോൾ ഞാൻ ഉടനെ ഫോൺ കട്ടിയിട്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ്, അവൻ എന്താണ് കോട്ടയം സീറോ, ഈ മിക്സറും ഡിലേ യൂണിറ്റൊക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രാമിന് വരുള്ളൂ. പക്ഷേ ഈ കേട്ട് നിന്നവൻ ഭയങ്കര നിഷ്കളങ്കനായതുകൊണ്ട് അതുപോലെ തന്നെ എന്ന് ജയനടുത്ത് പറഞ്ഞ്, ജയൻ അന്ന് വൈകുന്നേരം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആകെ പേടിച്ച്, ഇത് അറിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ജയ സോറി എന്ന് പറഞ്ഞപ്പോഴാണ് ജയൻ എന്നോട് വളരെ സൗമ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രശാന്ത് ഞാനത് പറയാൻ വേറൊന്നുമല്ല, കാരണം നമ്മുടെ പ്രോഗ്രാം വിജയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, അതുപോലെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഞാനതങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ജയൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സന്മനസ്സ്. പിന്നീട് ഞാൻ ഉദ്ദേശിച്ചിരുന്ന രീതിയിലല്ല ജയൻ എന്നോട് പെരുമാറിയതോ, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ പോലും ദേഷ്യപ്പെടും. പക്ഷേ ജയൻ വളരെ സൗമ്യമായിട്ട് അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും പിന്നീട് ഞങ്ങളങ്ങോട്ട് അഭേദ്യമായ ഒരു ബന്ധം തുടങ്ങുകയും ഞങ്ങൾ പിന്നെ 2 ട്രൂപ്പ് എന്നുള്ളത് ഒരു ട്രൂപ്പായി. അന്ന് ഇത്രയും വണ്ണമൊക്കെ ഉണ്ടോ? ആർക്കെനിക്കോ? എനിക്ക് ഇത്രയും വണ്ണം ഇല്ല. ഞങ്ങളപ്പോൾ ഒരു അവരങ്ങനെ പറഞ്ഞത് ഈ വണ്ണമൊക്കെ അല്ല, പിന്നീട് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾ ഒരുമിച്ചൊരു ട്രൂപ്പായിട്ട് ചെയ്തു. ഞങ്ങൾ പിന്നെ എന്താ പറയുക, ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ ഞാൻ ഈ ട്രൂപ്പിൻ്റെ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ ജയനെടുത്ത് പോയിട്ട് പൈസ ചോദിക്കും. അപ്പോൾ ജയൻ പൈസ തരില്ല. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ശബ്ദം ഒരുപോലെ ആയതുകൊണ്ട് ഞാൻ നേരെ ജയൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ട്, ജയൻ അമ്മ എന്നാണ് അമ്മേനെ വിളിക്കുന്നത്. അപ്പോൾ അമ്മ, ഞാനമ്മ, ജയനമ്മ, അമ്മ ഞാനിപ്പോൾ പ്രശാന്തനോട് വിടാം അമ്മ ഒരു 500 രൂപ കൊടുത്തിട്ടേക്കമ്മ. ഓക്കെ അമ്മ. ഞാൻ നേരെ വീട്ടിൽ ചെല്ലും. അമ്മ ജയൻ വിളിച്ചിട്ടുണ്ടായിരുന്ന? വിളിച്ചു മോനെ, നീ വരും, 500 രൂപ തന്നു വിടണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് അവരോട് ഞാൻ പറഞ്ഞ് പോയി മേടിക്കാൻ പറ്റും, അവന് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് 500 രൂപ മേടിച്ചിട്ട് പോകും. മേടിച്ച് 25,000 രൂപ തരുമോ? ഈ മാല ഇപ്പം എടുക്കണം. അല്ല,
അത് തീരുമാനം ഉണ്ടാക്കും. അല്ല, അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞാൻ 500 മേടിച്ചുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ വിളിച്ചാൽ അതിന്റെ ഒരു 10 ഇരട്ടി എനിക്ക് മേടിക്കാൻ പറ്റും. നിന്റെ നമ്പർ ഞാൻ വെറുതെ അല്ലടാ സേവ് ചെയ്ത് വെച്ചേക്കണേ, എടുക്കാതിരിക്കാനാ. അല്ല, ഞാൻ ഈ തടിയുടെ കാര്യം പറഞ്ഞല്ലോ. പണ്ട് ജയൻ ഈ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ലീനായിരുന്നു. ഇവന് സിനിമയിൽ വരണം എന്നുള്ള ആഗ്രഹമുള്ള. അപ്പം ഞാൻ ഇവനോട് പറയും, കുറച്ചുകൂടി വണ്ണം വെക്കണം, എന്നാലേ ഇതൊരു അങ്ങനെ ഇവൻ പോയി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ വണ്ണം വെച്ചിട്ട് വന്നു. ഇപ്പം എങ്ങനെയുണ്ട് നോക്കിയപ്പോൾ ഇവിടെ മാത്രം തീർത്ത് ഇങ്ങനെ ഒരു ഡയമണ്ട് പോലെ. ഞാൻ എന്താ തടി വെക്കാൻ പോയി, മുഖമൊക്കെ അത്ര തന്നെ ഉള്ളൂ. ഇവിടെയാണ് പോയി കഴിച്ചതൊക്കെ ഇങ്ങോട്ട്. ചിലവർക്ക് അങ്ങനെയാണ്. ഈ ഒന്നും പറയണ്ട. ഇരുന്നോണ്ടാണോ കഴിച്ചത്? അങ്ങനെയല്ലടാ, ഞാനും ചില ഒരു ഹീറോയിനൊക്കെ ഉണ്ടല്ലോ, ഒരു ഹീറോയിനും എന്നും പറഞ്ഞിട്ടില്ല, ഒരു ഹീറോയിനും ഞാനും കൂടി നടന്നു ബാക്ക് തിരിഞ്ഞു നടന്നപ്പോൾ ഇതിൽ ഏതാ ഹീറോയിൻ എന്ന് ചോദിച്ചു ഡയറക്ടർ. കാരണം അത്ര ഉണ്ടായിരുന്നു ഈ ബാക്കൊക്കെ നടന്നു പോകുന്നതാണ്. അല്ല, അങ്ങനെ ചില സ്ഥലത്താണ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, എന്തായാലും ആ ഒരു ഡെഡിക്കേഷൻ. ഇപ്പൊ അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞ പടം, അതിനകത്ത് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ള, എന്നെ സംബന്ധിച്ച് വേറെ എന്തും ചെയ്യാം. പക്ഷെ ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും നമുക്ക് കയ്യും വൈ നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പണ്ട് ജഗതി വേഴ്സസ് ജഗതി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഇവനാ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ജയസൂര്യ സിനിമയിലേക്ക് പോയപ്പോൾ ഞാൻ ആദ്യം എനിക്ക് അസൂയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് എനിക്കത് ഒരുപാട് ഗുണം ചെയ്തു. കാരണം ഇദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഞാനാണ് ചെയ്തത്. എന്തായാലും നമുക്ക് പ്രശാന്തിന്റെ ആ പെർഫോമൻസ് ഒക്കെ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഈ മിമിക്രി എന്ന് പറയുന്നത് വളരെ അസാധാരണമായ ഒരു കഴിവാണ്. കാരണം ഒരു സകലകലാവല്ലഭനായ ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല രീതിയിൽ മിമിക്രി പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഏറ്റവും നല്ല മിമിക്രിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നത് നമ്മുടെ ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് ആണെന്നേ പറയൂ. കാരണം അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട്, അദ്ദേഹം ഒരുപാട് ലക്ഷക്കണക്കിന് ഗാനങ്ങൾ പാടിക്കഴിഞ്ഞു. 1000-ഓളം നടന്മാർക്ക് വേണ്ടി അദ്ദേഹം പാട്ടുകൾ പാടി. ഓരോ നടന് വേണ്ടി അദ്ദേഹം പാട്ടുകൾ പാടുമ്പോഴും ആ നടൻ്റെ ശൈലി ഉൾക്കൊണ്ടുകൊണ്ട് ആ നടൻ്റെ ശബ്ദത്തോട് വളരെയധികം താതാമ്യം പ്രാപിച്ചുകൊണ്ടാണ് അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുള്ളത്. നസീർ സാറിന് വേണ്ടി അദ്ദേഹം പണ്ടുകാലത്ത് ഇങ്ങനെ പാടി: കൈതപ്പുഴ കായലിലേ ഓഹോ ഓഹോ, കാറ്റിൻ്റെ കൈകളിലേ ഓഹോ ഓഹോ, കളിച്ചിരി മാറാത്ത കന്നിയോളമേ, കാണ കൂടം നിറയെ കക്കയോ കവിതയോ കറുത്ത പൊന്നോ. ഈ പാടിയ ദാസേട്ടനാണ് സത്യമാഷിന് വേണ്ടി ഇങ്ങനെ പാടിയത്: സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന. ഇതേ ദാസേട്ടൻ തന്നെയാണ് പിന്നീട് ജയൻ എന്ന മഹാനടന് വേണ്ടി ഇങ്ങനെ പാടിയത്: കസ്തൂരിമാൻ മിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ. ഇങ്ങനെയും പാടിയ ദാസേട്ടൻ പിന്നീട് ലാലേട്ടനും മമ്മൂക്കായും ഒക്കെ രംഗപ്രവേശനം ചെയ്തപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടന് വേണ്ടി ഇങ്ങനെ പാടി: മലരും കിളിയും ഒരു കുടുംബം ലലല ലലല ലലലലല്ല. ഇതേ ദാസേട്ടൻ തന്നെ നമ്മുടെ മമ്മൂക്കായ്ക്ക് വേണ്ടി മമ്മൂക്കയുടെ ശബ്ദത്തോട് താതാമ്യം പ്രാപിച്ചുകൊണ്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട്: മണിക്കുട്ടിക്കൂറുമ്പുള്ളൊരമ്മിണിപ്പൂവാലി, നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി, തന്തന 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 തന്തന. ഇതേ ദാസേട്ടൻ തന്നെ പ്രായമുള്ള നെടുമുടി വേണിച്ചേട്ടന് വേണ്ടി ഇങ്ങനെയും പാടി: ആന്തോളനം ധോളനം മധുരിഭു ഭഗവാൻ മാനസമുരളി ചുംബിച്ചുണർത്തുന്നൊരാനന്ദലഹരി ആന്തോളനം. ഇതേ ദാസേട്ടൻ നമ്മുടെ ഞാനും ജയസൂര്യയും ഒക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം, നമുക്ക് ഒരിക്കലും ഉപമിക്കാനാവാത്ത ആ അതുല്യ പ്രതിഭ ജഗതി ശ്രീകുമാർ, അദ്ദേഹത്തിന് വേണ്ടിയും നമ്മുടെ ദാസേട്ടൻ പാടി: ശംഖും വെൺചാമരവും കൊമ്പും വീരാളിപ്പട്ടും കുറുവാലി കുട്ടിക്കുറുമ്പൻ ആനപ്പുറത്തമ്പോറ്റി തമ്പ്രാക്കന്മാരും. ഇങ്ങനെയുള്ള ദാസേട്ടനെ നമുക്ക് ഒരിക്കലും മറക്കാനാവുകയില്ല. ഏറ്റവും വലിയ മിമിക്രിയുടെ ഒരു ടാലൻറ്റ് ഞാൻ കണ്ടിരിക്കുന്നത് ദാസേട്ടനിലാണ്. അപ്പോൾ ദാസേട്ടനെ അനുസ്മരിക്കുന്നു. ഒപ്പം അതുപോലെ
ജഗദീഷ് ശ്രീകുമാർ എന്ന ഒരു അതുല്യ പ്രതിഭ. അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മലയാള സിനിമാ രംഗത്തേക്കും ജീവിതത്തിലേക്കും മടങ്ങി വരാനുള്ള തത്രപ്പാടിലാണ്. അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം അദ്ദേഹം ഈ അപകടത്തിന് മുമ്പ് അഭിനയിച്ച ഒരു 4 ചിത്രം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പറുദീസ, റെഡ് അലർട്ട്, ഇതൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണുക. പറുദീസയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം ത്രൂ ഔട്ട് ചെയ്യാനുള്ളൊരു അതൊരു ഭാഗ്യമായിട്ടല്ല, ഒരു നിർഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ 2 ശബ്ദ വ്യത്യാസങ്ങളൊന്ന് അവതരിപ്പിക്കുകയാണ്. പുതിയ ശബ്ദവും പഴയ ശബ്ദവും. മലയാളത്തിൻ്റെ എക്കാലത്തെയും എവർലാസ്റ്റിംഗ് ഹാസ്യ ചക്രവർത്തി ജഗദീഷ് ശ്രീകുമാർ. പാടശ്ശേരി തമ്പിയുടെ കഥ പറയാൻ വന്നവൻ തമ്പിയുടെ കഥ പറഞ്ഞിട്ട് പോയാൽ മതി. പ്രേമിക്കാൻ നീ ആരുവാ? പ്രേംശാപ്രയോ? നീ തമ്പിയുടെ കഥ പറഞ്ഞില്ലെങ്കിൽ തമ്പി നിന്നെ കൊല്ലും. കഥ പറഞ്ഞാല് ഞങ്ങള് നിന്നെ കൊല്ലും. 10 ഏക്കർ പറമ്പം പരേടോ കിട്ടിയിട്ട് എനിക്ക് എന്റെ ഭാര്യയ്ക്ക് പോയി നടന്ന് തണ്ടാനോ? കിട്ടിയാൽ ലൂട്ടി പോയ ചട്ടി, നീ പോടാ പട്ടി. പോട്ടടേ ഗ്യാസ് ഗ്യാസ് വായി. ഇത് പുതിയ ശബ്ദമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പഴയ ശബ്ദം കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഇദ്ദേഹം അനുകരിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ അനുകരിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ഉത്സവമേളം എന്ന ചിത്രത്തിൽ അദ്ദേഹം ഹാർമോണിസ്റ്റ് തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. ആ ഒരു കഥാപാത്രത്തെ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഉത്സവമേളത്തിലെ ഹാർമോണിസ്റ്റ് തങ്കപ്പൻ. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന എൻ്റെ അമ്മ പെങ്ങന്മാരെ, എൻ്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് ഡോട്ടുമാല, ജെണ്ട്, ഹാരം, നാരങ്ങ, ബക്ക എന്നിവയെല്ലാം നൽകി എന്നെ വീർപ്പ് മുട്ടിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുകിയെടുത്ത ഈ ഗാനത്തിന് പണ്ട് എങ്ങോ പാടിക്കേട്ടെ ഏതെങ്കിലും പാട്ടുമായിട്ട് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ കേവലം യാദൃശ്ചികം മാത്രം. തുടങ്ങട്ടെ. ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ. കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, തളിരുള്ള മരച്ചോട്ടിൽ കളിക്കാലോ, കാറ്റത്ത് ചക്കരമാമ്പഴം വീഴുമ്പം ഇഷ്ടം പോലെ വെറുക്കി അങ്ങ് തിന്നല്ലോ. താങ്ക് യു. പിന്നെ നമുക്ക് അറിയാം, മലയാള സിനിമാ താരമാണ്. രാഷ്ട്രീയ രംഗത്തും ശോഭിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗണേഷ് ഏട്ടൻ, ശ്രീ KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. ശ്രീ KB ഗണേഷ് കുമാർ. വൈകത്തപ്പൻ, കൊട്ടാരക്കര ഗണപതി, ഉണ്ണിത്താൻ ചേട്ടൻ വന്നപ്പോൾ വല്ലതും പറഞ്ഞു. മമ്മൂക്കാൻ്റെ ഈ ഷട്ടപ്പുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേരി. നാട്ടിലൊരു അമ്മാവനുണ്ടൊരു പുളുന്താൻ. ഈ കിട്ടിയ പൈസ മുഴുവൻ അങ്ങേരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കണം. പുള്ളിക്കാരൻ പ്ലക്കെന്നാവും. എന്നാ പിന്നെ വരട്ടോ. വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. ഗുഡ് ബൈ. അതുപോലെ നമുക്ക് പ്രിയങ്കരനായ മറ്റൊരു അവതാരകൻ, ഇദ്ദേഹം ഒരു അവതാരകനാണ്. അതുപോലെ തന്നെ അവതരണത്തിലൂടെ തന്നെ മലയാളികൾക്കേറെ പ്രിയങ്കരനായ ശ്രീ ജോൺ ബ്രിട്ടാസ്. മലയാള മാധ്യമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട പരിപാടി ഈ KD ജംഗ്ഷനിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഒപ്പം മലയാള സിനിമയുടെ യുവതാരങ്ങളിൽ സൂപ്പർ സ്റ്റാറായ ജയസൂര്യ. ജയ, വീണ്ടും നമുക്ക് അടുത്തയാഴ്ച കണ്ടുമുട്ടാം. ഗുഡ് ബൈ. താങ്ക് യു. സിനിമയിലേക്ക് നീ ഉടനെ വരാൻ പറ്റട്ടെ. അടുത്ത നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഞാനും കൂടി ഉണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. ഞാൻ അടുത്തൊരു ചിത്രം, എന്താണെങ്കിലും ദൈവാനുഗ്രഹിച്ച് അടുത്ത വർഷം ഒരു ചിത്രം ഉണ്ടാവും. ആ ചിത്രത്തിൽ നല്ലൊരു വേഷം തന്നെ പ്രശാന്തനുണ്ടാവും. എന്നെ സമ്മതിക്കണോട്ടാ. താങ്ക് യുടാ. ഇത് സിദ്ദിഖ് സാറിനും ബാധകമാണ് കേട്ടോ, ഷാഫി സാറിനും ബാധകമാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല. ജയസൂര്യ, നമ്മുടെ മിമിക്രിയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? അതിൽ മിക്കവാറും എല്ലാവരും അഭിനയമാണ് അല്ലേ? അഭിനയം അല്ലെങ്കിൽ ടെക്നീഷ്യനാകുന്നത് വളരെ കുറവാണ്. റാഫി, ഷാഫി, ലാല് വീണ്ടും അഭിനയത്തിലേക്ക്. നിനക്ക് ശേഷം ആരും വന്നിട്ടില്ലല്ലോ.
മിമിക്രി ആരും ഡയറക്ഷനിലേക്ക് വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ഇപ്പൊ പലരും ഉണ്ട്, സഹസംവിധായകരുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പുതിയതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു പുതിയ മിമിക്രി കലാകാരനാണ് മലയാള സിനിമയിലേക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇനിയിപ്പോൾ അടുത്തൊരു സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കലാകാരനെ നമുക്ക് ഇങ്ങോട്ട് വരുത്താം. മറ്റാരുമില്ല, സിജു ഇരുമ്പലം. സിജു ആദ്യം ചെയ്ത പടം ഏതായിരുന്നു? ഓൺ ദ വേ എന്ന് പറഞ്ഞ ചിത്രം. ഓൺ ദ വേ അല്ലേ? സിജു ആരെങ്കിലും കൂടെ അസിസ്റ്റന്റ് ആയിരുന്നോ? ഇല്ല 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 ഇല്ല. എനിക്ക് അല്ലാതെ കുറെ നാദർഷ്കയുടെയും പ്രസാദേട്ടനും അങ്ങനെ മിമിക്രിപരമായ രീതിയിലുള്ള കുറെ സ്കിറ്റുകൾ ഒരുപാട് നമ്മുടെ ഇവിടെ വന്ന ഒരുപാട് സ്കിറ്റുകൾ. ഇപ്പൊ വരാൻ പോകുന്ന അടുത്ത പടത്തിന്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് ആരാണ് അതിലെ ഹീറോ? ഹീറോയിനെ ഫിക്സ് ആയില്ല, എന്നാലും ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ചേഞ്ച് ഇങ്ങനെ ഓരോരുത്തർ ഓരോ ഡേറ്റ് പറഞ്ഞ് മാറി മാറി ഓട്ടത്തിലാണ്. ഇന്നിപ്പോ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്? സ്കിറ്റ് ഉണ്ടോ? ഞങ്ങൾ ഒരു സ്കിറ്റ് ഉണ്ട്. സാധാരണ റോഡ് സൈഡുകളിൽ ഈ കരിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കുലുക്കി സർവത്തായി പിന്നീട് അത് കഴിഞ്ഞു. പിന്നെ തണ്ണിമത്തനിലേക്ക് വന്നിട്ടുണ്ട്. അതിലൊരു തണ്ണിമത്തന്റെ സ്കിറ്റാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആരൊക്കെയാണ് ചെയ്യുന്നത്? ഞാനും സാജൻ പള്ളൂരത്തിയും കൂടിയാണ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് കാണാം അല്ലേ? ഓക്കെ. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടനെ എനിക്കിഷ്ടമല്ലായിരുന്നു സത്യത്തിൽ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നടനാണ്, എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷെ കങ്കാരു എന്ന് പറയുന്ന ഒരു ചിത്രം കണ്ടതോടുകൂടിയാണ് ഈ നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അതിനുശേഷം എല്ലാ ചിത്രങ്ങളും ഞാൻ ജയസൂര്യ കാണാം. വളരെ സന്തോഷം. അതിനു മുമ്പ് എനിക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നു. അവിടെ തൊട്ടാണ് ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് ആ മാറ്റം. നമുക്ക് ഇഷ്ടമെന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടങ്ങളോട് ഒരാൾ ചേർന്ന് വരുമ്പോഴാണ്. ഇപ്പോൾ അതിനു മുൻപുള്ള ജയസൂര്യ ഇഷ്ടപ്പെടുന്ന വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജയസൂര്യ നിന്നത് അല്ലേ? ഭാവിയിൽ ജയനോട് വല്ല കഥ പറയാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഇത് പറയണ്ടായിരുന്നു. അല്ല, അത് സന്തോഷത്തോടെ. ഓക്കെ, എന്തായാലും ആ സ്കിറ്റ് കാണാം. തണ്ണിമത്തൻ 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 ഗ്ലാസ് 10 രൂപ, ഗ്ലാസ് 10 രൂപ. തണ്ണിമത്തൻ തണ്ണിമത്തൻ ഗ്ലാസ് 10 രൂപ. മായമില്ല മറി മായമില്ല, രാസലീലകൾ ചേർത്തിട്ടില്ല, ലീലകൾ ചേർത്തിട്ടില്ല, കീടനാശിനികൾ അടിക്കാത്ത തനി നാടൻ ഫ്രൂട്ടാണ്. റൂട്ടിൽ പോകുന്നവർക്ക് 10 രൂപ മുടക്കിയിട്ട് ഒരു തണ്ണിമത്തൻ കഴിക്കുക. തണ്ണിമത്തൻ ഗ്ലാസ് 1 10 രൂപ. 10 രൂപ 10 രൂപ 10 രൂപ. ഗ്ലാസിന് എത്ര രൂപ തണ്ണിമത്തൻ? ഗ്ലാസിന്റെ വില വേറെ, ഗ്ലാസ്സിൽ ഒഴിച്ചു വരുന്ന തണ്ണിമത്തന് വെറും 10 രൂപ ആണല്ലേ? 10 രൂപ തണ്ണിമത്തൻ. ഈ തണ്ണിമത്തൻ കഴിച്ചാൽ എങ്ങനെയാണ്? തണ്ണിമത്തൻ അടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി വിറ്റാമിനുകൾ, വിറ്റാമിൻ എ, ബി, ബി, യു, സി, A-Z സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, അയൺ, കോർഫൻസ്, ഫോസ്ഫറസ്, അതുപോലെ തന്നെ ഇഗ്നീഷ്യം, ബേണി ഇഗ്നീഷ്യസ് മുതലായ സാധനങ്ങൾ. ബേണി ഇഗ്നീഷ്യസ് ഒരു സംഗീത സംവിധാനമല്ലേ? നീ അടങ്ങിയിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ബേണി ഇഗ്നീഷ്യസ് വരെയും ഈ തണ്ണിമത്തൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് എന്റെ പ്രധാന ഘടകം. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് മോതിരം കൈമാറ്റം കഴിഞ്ഞാൽ, മൊബൈൽ കൈമാറ്റം കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്നത് എന്താണ്? അമ്മ പറഞ്ഞു കൊടുക്കുന്നു, നീ ഇന്ന് മുതൽ തണ്ണിമത്തൻ അടിക്കൂ. തണ്ണിമത്തൻ അടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് വർദ്ധിക്കുന്നു, സൗന്ദര്യം വർദ്ധിക്കുന്നു. റിസപ്ഷനിൽ ഇരിക്കുന്ന പെണ്ണിനെ കണ്ടിട്ടില്ലേ? ലഡു പോലെ ഇരിക്കും. അടുത്തിരിക്കുന്ന ചക്കനോ ഉണക്ക മുന്തിരി പോലെ ഇരിക്കും. അപ്പൊ ഈ തണ്ണിമത്തൻ കുടിച്ച് ശരിക്കും നമ്മൾ ചുമക്കുവോ? ചുമക്കുവന്ന കഴിഞ്ഞ മാസം എന്തോരം ചുമടാനടുത്ത് ചന്ദ്രന്റെ കടറ വാതിക്കയിൽ തണ്ണിമത്തൻ അടിച്ച് 2 ദിവസം വിറ്റപ്പോൾ അവൻ എനിക്ക് ലാഭം കിട്ടുന്നതാണ്. അവൻ അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞു. അവിടെ നിന്ന് ചുമന്ന് ഇവിടെ ഇട്ട്. ഇവിടെ ഇടുന്നതിന് മുമ്പ് തലേദിവസം വേറെ പോലീസുകാരൻ പറഞ്ഞു ഇവിടെ നിന്ന് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഞാൻ അപ്പുറത്തിട്ട്, പിന്നെ അവിടെ നോക്കിയിട്ട് ഇപ്പുറത്തിട്ട്. ചുമടോട് ചുമ തന്നെ. ഞാൻ അതല്ല ഏട്ടാ ചോദിച്ചത്. റെഡ് കളർ ചുമന്ന് നല്ല റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണിമത്തൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടത് ഇതുപോലെ ചോര തൊടുത്തിരിക്കും. എവിടാ? ഇവിടെ എവിടെയാണ് ചോര ഒഴിച്ചത്? എടാ, ഇരുമ്പിന്റെ കളർ എന്താ? ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന സാധനം എന്താ? എന്താ സാധനം? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താ? രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ എന്ത് കളറാ? കാപ്പി കളറാ. കാരിരുമ്പിന്റെ കരുത്താ. ഇത് എവിടെയാണ് ഈ സാധനം? എനിക്ക് മനസ്സിലായി. കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒഴുകി വരുന്നതാണ് ബ്ലഡ്. ബ്ലഡ് വർദ്ധിക്കുന്ന ഏക ഘടകമാണ് തണ്ണിമത്തൻ. ചേട്ടനെ കുത്തി കൊന്നിട്ട് വേണം ഞാൻ അകത്ത് പോയി കിടക്കാം. ആപ്പിൾ മുന്തിരിയും കഴിക്കാനല്ല ഞാൻ പറയുന്നത്. കേവലം ഒരു തണ്ണിമത്തൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം. ചേട്ടന്റെ കടയിൽ നിന്ന് തണ്ണിമത്തം കുടിച്ചിട്ട് പോയ ഒരാൾ ഇവിടെ നിന്ന് മരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കുടിച്ചിട്ട് പോയ ഒരു തണ്ണിമത്തം കഴിച്ചു പോയ ഒരുത്തരും ചേട്ടൻ തർക്കിക്കണ്ട. ചേട്ടന്റെ കടയിൽ നിന്ന് തണ്ണിമത്തം കുടിച്ചിട്ട് പോയ ഒരാൾ ചത്തു. ആരാണ് എപ്പോഴാണ് എവിടെയാണ് മരിച്ചേക്കുന്നത്? ഇവിടുന്ന് തണ്ണിമത്തം കുടിച്ചിട്ട് ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യലും ടാങ്കർ ലോറി ഇടിച്ചാൽ ചത്തു. തണ്ണിമത്തം കഴിച്ചതിന്റെ സന്തോഷത്തിൽ ഭാര്യയോട് യാത്ര പറയാൻ പോയതാണ്. അവർ ഇങ്ങനെ യാത്ര പറഞ്ഞു പോകുന്നു ഞാൻ കരുതി. എന്തായാലും ഇവിടെ നിന്ന് കുടിച്ചിട്ട് പോയപ്പോഴല്ലേ ചത്തു. ഒരു കാര്യത്തിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. അവസാന നിമിഷത്തിൽ വെള്ളം കൊടുക്കാൻ പറ്റിയല്ലോ. 10 രൂപ കടം പറഞ്ഞിട്ടാണ് അവൻ പോയത്. 10 രൂപ കടം പറഞ്ഞിട്ട് ഞാൻ തന്നെ നിങ്ങൾ തരണ്ട. തണ്ണിമത്തന്റെ ഗുണഗണങ്ങളാണ് ഞാൻ പറയുന്നത്. എന്തിനധികം പറയണം? ഈ പ്രായമായവർക്ക് ഈ BSc ടെസ്റ്റ് എഴുതേണ്ടി വരില്ല. പ്രായവരെ BSc ടെസ്റ്റ് എഴുതാറില്ലല്ലോ. എടാ, ആ PSc ടെസ്റ്റ് അല്ല, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഈ 3 സാധനം അവർ ടെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ഒരു തണ്ണിമത്തൻ അടിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു, ഷുഗർ വർദ്ധിപ്പിക്കുന്നു, പ്രഷർ നോർമലാക്കുന്നു. അതാണ് തണ്ണിമത്തന്റെ ഏക ഗുണഗണങ്ങൾ. ഞാൻ ഇങ്ങനെ നിനക്കറിയാലോ, ഞാൻ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കുടിക്കണ്ടല്ലോ. യേശുദാസ് ഗംഗ പാടുന്നതിന് മുമ്പ് എന്റെ തണ്ണിമത്തൻ അടിച്ചിട്ടല്ലേ പോയത്. ഇവിടെ നിന്ന് തുടങ്ങിയതാണ് ഗംഗെ. സ്റ്റുഡിയോ ചെന്ന് നിർത്തിയത്. ചിക്കൻ മാത്രമല്ല തണ്ണിമത്തൻ. കോട്ടെ തമിഴ്നാട്ടിലൊരു നടനുണ്ടല്ലോ, രജനീകാന്ത്. ചീറിപ്പാഞ്ഞു പോയി. ഇവിടെ വന്നിട്ട് പറഞ്ഞു
10 രൂപ 2 തണ്ണിങ്ക് അപ്പത്തിന് എടുത്ത് കൊടുത്ത് എന്തൊരു പോക്കായിരുന്നു. ആ പോക്കാണ് എന്തിരിലേക്ക് പോയത് പോക്ക്. സൂപ്പർ ഹിറ്റാ. എന്തായാലും തണ്ണിമത്തനും കാര്യങ്ങളൊക്കെ വിറ്റ് ചേട്ടൻ കുടുംബം രക്ഷപ്പെട്ട് കണ്ടാവും. എനിക്ക് പണ്ട് എങ്ങനെയാണ് എന്റെ വീടെന്നൊക്കെ പറഞ്ഞ് ഇല്ലായിരുന്നു. വീട് ഇല്ലമായിരുന്നു. ഇല്ലമല്ല, വീടില്ലായിരുന്നു. അങ്ങനെ കഷ്ടപ്പാടിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ കാണുന്ന 4 സെന്റ് സ്ഥലവും പറമ്പും വാങ്ങിയത്. അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ദിവസം തണ്ണിമത്തം വിൽക്കാതെ ആ രജിസ്ട്രേഷൻ ഓഫീസിൽ അതിന്റെ എഴുത്തൂത്ത് എന്താണ് നടക്കണ്ടായിരുന്നു? എഴുത്ത് കടന്നില്ല, കുത്തു കടന്നു. അമ്മാവനും അനിയനും ഹോസ്പിറ്റലിലാണ്. അപ്പൊ അത് തീർക്കാൻ വേണ്ടി തണ്ണിമത്തം വിറ്റുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. എന്ത് പറ്റി? വേറൊന്നല്ല, പരിപാടി പോയോ? പിന്നെ ഒരു ഫോൺ കളഞ്ഞു കിട്ടിയായിരുന്നു എനിക്ക്. എവിടെ? പുറത്താരോടും പറയരുത്. അതല്ല, ഇത് അത് കളഞ്ഞു കിട്ടണം. അത് പോക്കറ്റിൽ കിടക്കല്ലേ? ഇത് പോക്കറ്റ് കിടക്കണം. നല്ല കളഞ്ഞു കിട്ടിയ ഫോണൊക്കെ സൂക്ഷിക്കണേ, ബോംബാണ്. ഇത് നല്ല ഓപ്ഷൻസ് അറിയോ? ഇല്ല, അതൊന്നും അറിയാൻ പാടില്ല. ഓപ്ഷൻസ് പഠിക്കണം. എങ്ങനെയാണ് ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഉണ്ടാതിരിക്കുക പറഞ്ഞുതരാം. ആദ്യം നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ലോക്കായിരിക്കണേ. ഇത് അൺലോക്ക് ആക്കാൻ ശ്രമിക്കണം. നമ്മളിതിങ്ങനെ 7 ഇട്ട് നോക്കണം, 8 ഇട്ട് നോക്കണം, B ഇട്ട് നോക്കണം. എസ് ഇട്ടപ്പോൾ ഓണായി. അപ്പൊ എസ് ആയിരുന്നു ഇതിന്റെ ലോക്ക്. സംഗതി ഓണായി. ഇനി നമുക്ക് ആര് വേണമെങ്കിലും വിളിക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ വിളിക്കാം. എങ്ങനെ വിളിക്കണം? കാണിച്ചു തന്നോ, ഞാൻ വിളിച്ചോളാം. ഹലോ. ആ സാറേ, ഹൈവേയിൽ നമ്മുടെ ആ ജംഗ്ഷനിൽ ഭയങ്കര തീപിടുത്തം, ഷോർട്ട് സർക്യൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഫയർഫോഴ്സ് അല്ലേ? ആ സാറേ, ഭയങ്കര തീപിടുത്തം. എങ്ങനെയെങ്കിലും സാറേ ഒന്ന് രക്ഷപ്പെടുത്തു സാറേ. പ്ലീസ് 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 സാറേ. ഹൈവേയിൽ ജംഗ്ഷനിൽ. ഇപ്പൊ മനസ്സിലായി, അങ്ങനെയാണ് വിളിക്കണം അല്ലേ? ഫയർഫോഴ്സിൽ 8ന്റെ പണി കൊടുത്താണ്, പണിയില്ലാതിരിക്കുക. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ നീ വിളിച്ച്, നേരം വെളുക്കുമ്പോൾ ഞാൻ നിന്ന് വിളിച്ച്, ഇവറ്റകൾ വന്നില്ല. ഇപ്പൊ തെക്ക് വിടക്കൊന്നും നടക്കട്ടെ. വള്ളവന്റെ ഫോണിൽ നിന്നല്ലേ പോണത്. ഒരെണ്ണം കൂടി കൊടുക്കാം. ഹലോ. ആ സ്റ്റേഷനിൽ നിന്ന് ചെയ്യാം. തണ്ണിമിത്തം വിൽക്കണവന് നീ ഇന്ന് ഭീഷണിപ്പെടുത്തിയോടാ? റാസ്കൾ. എനിക്ക് മനസ്സിലായി. അവൻ അവിടെ നിന്ന് വിറ്റോളൂ. അവനൊരു പാവം പിടിച്ചവനാണ്, വലിയ ഉപദ്രവാരിയല്ല കേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ ഒന്ന് എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ? മനസ്സിലായി, എനിക്ക് വിളിക്കാൻ സംഭവം മനസ്സിലായി. എനിക്ക് വിളിക്കണ്ട. ഇനി SMS വിടാൻ പഠിപ്പിച്ചുതരാം. SMS വിടാൻ പഠിപ്പിച്ചുതരാം. SMS വിട്ട് പഠിക്കണം. SMS വിടാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ബാലൻസും പോയി. പോയാ വീട്ടിലെ നമ്പർ 3, ലാൻഡ് നമ്പർ 3. SMS എങ്ങനെ വിടണം ശരിക്കും? SMS ഒക്കെ വിട്ട് കാണിച്ചു തരാം. ലാൻഡ് നമ്പർ 3. ലാൻഡ് നമ്പർ 2, 4, 5, 8 വർഷത്തോളമായി അപേക്ഷിച്ച് ലാൻഡിന് വേണ്ടി. ഇതുവരെ കിട്ടിയാറില്ല. വീട്ടിൽ വേറെ ആരോ ഉള്ളത്? മുത്തശ്ശിയുണ്ട്. മുത്തശ്ശിക്ക് മൊബൈലുണ്ടോ? മൊബൈലുണ്ട്. ഈ പ്രായത്തിൽ എന്തിനാണ് ആ സാധനത്തിനൊക്കെ മൊബൈൽ എടുത്ത് കൊടുത്തത്? അല്ല, എപ്പോഴും മോളിൽ നിന്ന് വിളി വന്നെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ എടുത്തു കൊടുത്ത ഒരു സാധനം ഇപ്പോഴും എന്റെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. ആണോ? വൈഫുണ്ടോ? വൈഫുണ്ട്. മൊബൈലുണ്ടോ? മൊബൈലുണ്ട്. നമ്പർ 999 SMS ഒന്ന് എന്റെ മൊബൈൽ. അല്ല, എങ്ങനെയാണ് SMS ഒന്ന് കാണിച്ചു തരാം? എനിക്ക് ഞാൻ അതിൽ കാണിക്കണ്ടേ, പക്ഷെ ഇപ്പൊ അതിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കാണിക്കാം. എന്റെ കാണിച്ചു തരാം കേട്ടാ. 999 56. അല്ല, ആദ്യം നമുക്ക് പറയേണ്ട സാധനങ്ങൾ എടുത്തിട്ട്. ഹായ്, ഹൗ ആർ യു? ഹായ് ഡിയർ, സുഖമാണോ? ഈ നമ്പർ 999 62 53 165. ഇപ്പൊ പോയി. SMS സക്സസ്. ഇങ്ങനെയാണ് SMS വിടണം അല്ലേ? മറുപടിയും വന്ന് ഹായ്, ഹൗ ആർ യു? ഫൈൻ, സെയിം ടു യു. അയ്യോ, ഇനി നമുക്ക് സ്പീഡാവള്. ഇനി സ്പീഡാ വിശ്വസിച്ച് വീട്ടിൽ ഇരുത്താം. ഇനി വേണമെങ്കിൽ ഒന്ന് വിളിച്ചേക്കാം. വിളിക്കണത് ഇതിങ്ങനെ എടുക്കണം. അത് ഈ നമ്പർ കുത്തണം. കുത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണം. ആണല്ലേ? പേരെന്താണ്? എൻ്റെ പേരാ? അല്ല, വൈഫിന്റെ. രാജി. എടുക്ക. ഹായ്, ഞാനിപ്പോ SMS വിട്ട ആളാ. എന്നെ പഠിപ്പിക്കണേന്ന് പറഞ്ഞു. ഞാൻ ഈ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിനെ ഒന്ന് SMS വിടാൻ പഠിപ്പിക്കണായിരുന്നു. ഫോൺ എടുത്തെന്ന് പുതിയ ഫോൺ എടുത്തിട്ടുണ്ട് പുള്ളി. അപ്പൊ SMS വിടാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും വിളിച്ചോ കേട്ടാ. മിസ് കോൾ അടിച്ചാൽ മതി. ഞാൻ ചിലപ്പോൾ ഒരു SMS കൂടി വിടുവേ. ഇങ്ങോട്ടും വിട്ടോ കേട്ടാ. അങ്ങോട്ടും വിടാം. 10 മണി കഴിഞ്ഞ് വിടണ്ട, ഞാൻ വീട്ടിൽ പോവും. ഓക്കെ. അതെ, തണ്ണിമത്തൻ. ഓക്കെ. അതെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ നിന്റെ പേരിലല്ലേ വിളിച്ചത്, നിന്നെ നിർത്തിക്കൊണ്ടല്ലേ. എനിക്കിനകത്ത് ചീറ്റ് ചെയ്യാനാർന്നെങ്കിൽ നീ പോയതിനു ശേഷം വിളിച്ചൂടെ? സോറി, എടുക്കല്ലേ. പോലീസൊന്നും ആവൂല, ചിലപ്പോ അമേരിക്കൻ എന്റെ അമ്മാവൻ വിളിക്കണേ. പിന്നെ കളഞ്ഞു കിട്ടിയ മൊബൈലിലല്ലേ നിന്റെ അമേരിക്കയിലുള്ള അമ്മാവൻ ഉണ്ടാക്കാൻ പോണത്. നിന്റെ അതിനകത്ത് പിന്നെയും കോൾ തന്നെയുണ്ട്. ഫയർഫോഴ്സിന്റെ ആണ്. കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. അലഞ്ഞു കിടക്കണേക്കുള്ളൂ. ഇതെന്തിനാ ഇതിനകത്തേക്ക് വിളിക്കണം? ഇനി ഒരു കാര്യം പറയാം. SMS വിടണമെന്നുണ്ടാകുമ്പോ എന്റെ നമ്പർ ഒന്ന് തരാം. എന്നോട് പറഞ്ഞാൽ വേറെ നമ്പർ വേണ്ടല്ലോ ഇപ്പൊ. വിളിക്കല്ലേ, മറ്റവനാണ്. ബിജുവാ. എടുക്കണ്ട, മൊബൈൽ കളഞ്ഞു വെച്ചാൽ മതി. മൊബൈൽ കളഞ്ഞു. ഇതൊക്കെ ഇതിനകത്തുനിന്ന് വിളിച്ചോണ്ടല്ലേ? മൊബൈൽ കളഞ്ഞോടാ. നീ കളഞ്ഞോ സാധനം. ഞാൻ വെച്ചിട്ട് നടക്കല്ലേ. എന്റെ കൂത്തിരയറരുത്. കളഞ്ഞേക്ക്. അല്ല, എനിക്ക് നീ അതെവിടെ എടുത്തിട്ടേക്ക്. ഞാൻ കുമ്മട്ടി കളയാൻ നിർത്തി. ഞാൻ സാധനോട് മാറ്റിട്ടേക്ക്. ഓഫ് ചെയ്തിട്ട് വെറുതെ നീ ഒരു കുമ്മട്ടി പിടിച്ചേ.
ഒരു തണ്ണിമത്തം കഴിക്കടാ. ഇത് മനുഷ്യന് ടെൻഷൻ അടിപ്പിക്കണ പരിപാടി. എന്തോ ഒരു തണ്ണിമത്തം എടുക്കാൻ കാൽസ്യവും ഫോസ്ഫറസും വിറ്റാമിനും ഒക്കെ അടങ്ങിയിരിക്കുന്ന സാധനം കഴിക്കണ്ടേ? രക്തോട്ടം ഉണ്ടാവണ്ടേ? മനുഷ്യനിപ്പോ ടെൻഷനായി ഉള്ള സാധനം എന്തായാലും. ടെൻഷൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സാധനം അടിക്കണം. നല്ല സാധനം അടിക്കുമ്പോൾ വേണ്ട, ഇത് നമ്മൾ കുജി കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്ന സാധനവും അത് ഒരെണ്ണം അങ്ങോട്ട് പിടിച്ചേ. കണ്ണടച്ചങ്ങ് അടിക്കും. കുങ്കുമപ്പൂട്ട സാധനമാണ് അത്. ഇതെന്ത് നൂല് പോലെ സാധനം? അത് പട്ടം പറപ്പിച്ച നൂല് പൊട്ടി വീണു. അതല്ല ഇത്, അത് വെറുതെ കൈ മാത്രമേ ഉള്ളൂ. ഏത് പട്ടം പറപ്പിച്ച നൂല് പിള്ളേർ ഇവിടെ ഇട്ട് പട്ടം പറപ്പിക്കും. ആ പട്ടുനൂൽപ്പുഴും ഉണ്ട്. പട്ടുനൂൽപ്പുഴുക്കളുണ്ടാ? ഇതെന്തത്? ചകിരിയുടെ ഒരു തെങ്ങിനെ കൊണ്ടുള്ള തോൽവി ഇതാ. ചൂട് സമയത്ത് തേങ്ങ പൊട്ടും. ചകിരി ആകുമ്പോ നേരെ ഇങ്ങനെ ആടി 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 വന്ന് ബക്കറ്റിനകത്ത് വീഴുകയും ചെയ്യും. അങ്ങനെയാവുള്ളൂ. കൽപ്പവൃക്ഷോലി എന്ന് കരുതി അഴുക്കില്ലല്ലോ, മോളിൽ നിന്ന് തന്നെയല്ലേ. ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആണ് ഇതിന്. പ്രത്യേക ടേസ്റ്റിൽ ഉണ്ടാക്കണേണ്. ഇത് എന്ത് നൂല് ചകിരി, ഇത് എന്ത് പണ്ടാ ഇട്ടേക്കണേ? നല്ലതാണ് ഇവിടെ അല്ലട് സംഭവം കലക്കി അങ്ങനെ ഇതെന്തത്? ഇതെന്തത്? അത് എന്റെ തോർത്ത്. തോർത്ത് ഇതെന്തത്? തേക്കണ ചകിരി. ഇതെന്തത്? സോപ്പ്. ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് വന്നത്? ബാക്കിയുള്ളതിനൊക്കെയാണ് കലക്കി തന്നത്. ഞാൻ ഈ എല്ലാ ദിവസവും വരുമ്പോ കുളിച്ചിട്ടാ വന്നത്. ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് ബക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് കുമ്മട്ടി ഇറക്കിയപ്പ ഇതൊക്കെ എടുത്ത് മാറ്റാൻ ഞാൻ മറന്നു പോയടാ. പ്രകാശം പോയിട്ട് സന്ധ്യയല്ല. അല്ലെങ്കിലും പ്രകാശം പോയി കഴിഞ്ഞാൽ സന്ധ്യയാവും, പിന്നെ ഇരുട്ടാവും. പ്രകാശിന് എപ്പോ വരാനാണ്? ഈ നേരം വെളുക്കണം. സൂര്യൻ ഉദിച്ചാലേ പ്രകാശം വരുള്ളൂ. എടാ അതല്ല, ബീവറയിൽ കുപ്പി വാങ്ങിക്കാൻ പോണ നമ്മുടെ പ്രകാശൻ എപ്പോ വരും? നമ്മുടെ പ്രകാശം പോയിട്ടല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെയാണ്? അല്ലെങ്കിൽ എവിടെ പോലും ശരിയാവും, വൈകും. എനിക്കറിയാം. പെണ്ണ് ഫുള്ള വീട്ടിൽ വൈകിച്ചെന്ന് എടുത്തിട്ട് ഇരിക്കുമല്ലേ. എടാ അതൊരു പ്രശ്നമാണ്. പക്ഷെ എന്നാൽ ഈ പണ്ടറൊക്കെ കാണില്ല. ആവശ്യമില്ലാണ്ടാകാൻ ചെക്കനെ വല്ലതും പറയലേട്ടാ. പിന്നെ ഇതൊക്കെ കാണിക്കുമ്പോ ഇത്ര ബുദ്ധിമുട്ടാണ് നിനക്ക് പോയി മേടിക്കരുതില്ലേ? ചെയ്യുമില്ല. അവൻ വരുമ്പോ സൗമ്യമായിട്ട് കാര്യം പറഞ്ഞോണം. അവനോട് ചൂടാവുന്ന തന്നെ എന്റെ സ്വഭാവം. നീ ഒരാളായോട്ടെ ഒന്നും മിണ്ടാത്തത്. വരണ്ട്. ഞാൻ സൗമ്യത്തിൽ ഭയങ്കര ക്യൂ ആയിരുന്നു അവിടെ. നിന്നൊരു കാര്യത്തിന് പറഞ്ഞു വിട്ടാൽ ഇങ്ങനെയാണ് ചെയ്യണത്. എത്ര നേരമാണ് ഞങ്ങളിവിടെ കാത്തിരിക്കണത്? ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുടുംബത്ത് പോകാനുള്ളതല്ലേ? ഒരു ഉത്തരവാദിത്തമില്ലായിട്ടാണോ പെരുമാറുന്നത്? ഇങ്ങനെ ചൂടാനായിട്ട് ഞാൻ സൗമ്യമായിട്ടുള്ള കാര്യം പറഞ്ഞത്. ടച്ചിങ്സ് പപ്പടം അവിടെ കിട്ടിയാ? പൈസ കഴിഞ്ഞില്ല, അച്ചാറാ മേടിച്ച്. അച്ചാറ് നിന്റെ അച്ഛനും കൂടെ കൊടു. പപ്പടം അവിടെ ഇല്ലാണ്ട് ഞാൻ അടിക്കൂലെന്ന് നിനക്കറിഞ്ഞൂടെ? നീ ഇങ്ങനെ ചൂടാവണെന്താണ്? ഞാൻ സൗമ്യമായിട്ടല്ല കാര്യം പറഞ്ഞത്. നമുക്ക് ചൂടാറുമ്പോൾ ഈ സാധനം കടിക്കാന്ന്. ശരിയാണോ? വേഗം മാറ്റങ്ങോട്ട് കേട്ടെ. വേഗം ഒഴിച്ചു കൊടുക്ക്. അടിച്ചിട്ട് വീട്ടിൽ ചെന്നില്ലെങ്കിൽ പെണ്ണുപിള്ളവനെ പിടിച്ചിടിക്കും. നിന്റെ പെണ്ണുമ്പോൾ എന്താ നിന്നെ അടിക്കാറില്ലേ? എന്നാ നല്ല ഉരുച്ചൂർത്തി ഇടിക്കാറുണ്ട്. പക്ഷെ കമാന്ന് ഒരു അട്ടരം ഞാൻ മിണ്ടാറില്ല. അങ്ങനെയാണ് ആണുങ്ങളായാലും. ആവത്തി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒന്നും കമാനല്ല, ഒന്നും മിണ്ടാൻ പറ്റൂല. അപ്പൊ ഏലാമ്പി. ഏലാമ്പി. ആ ഏലാമ്പി. സാധനം ടൂപ്പാണ്. ഇന്നലത്തെ അത്രയും പോരാ. കുഴപ്പമില്ല. അതെ, ഒരു കാര്യം പറയാം. നാളെ ഫ്രൈഡേ ആണ്, ഞായറാഴ്ച. ഫ്രൈഡേ പറയണത് ഫ്രൈഡേ വെള്ളിയാഴ്ചയാണ്. അതല്ല, മറ്റേ ഇല്ല ഡേ ഇല്ലേ, മറ്റേ സാധനം കിട്ടാത്ത ഫ്രൈഡേ. അതുകൊണ്ട് ഈ പെക്കൂടെ ഉള്ളൂ, ബാക്കി നാളത്തേക്ക് വെച്ചേക്കും. നാളെ നമ്മൾ ആരുടെങ്കിലും മുമ്പിൽ പോകണ്ടല്ല. അത് ശരിയാണ്. എത്രേ ഉള്ളൂ കേട്ടാ. ഇതിൽ അവസാനിപ്പിക്കാണ്. അതെ അതെ, അത്രേ ഉള്ളൂ. ഈ സാധനം മാറ്റി കൂമ്പ് കരിഞ്ഞു പോകുന്നത് മതിയടാ. ഓക്കെ, വീണ്ടും അലാമ്പി മാറ്റി വെച്ചു. തൊണ്ടാ ഒരു പിടുത്തമായില്ലേ? ഒരു സുഖമില്ല, എനിക്കൊരു സുഖമില്ല. ആ രണ്ടു പേർക്ക് അടിച്ചാലൊക്കെ അങ്ങനെയൊക്കെ തന്നെ. വേണമെങ്കിൽ ഒരു ലവ് സിപ്പ് കൂടിയൊക്കെ അടിക്കാം. ആവശ്യത്തെ വർത്തനം പറയും കേട്ടാ. നാളെ ആരുടെ മുമ്പിൽ ചെന്ന് സാധനം ചോദിക്കും. എന്റെ പൊന്നോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. ലവ് സിപ്പ് കൂടെ അടിച്ചോ? ലവ് സിപ്പ് പഠിക്കായിരുന്നല്ലേ? നീ പോണാടുന്നു. എനിക്ക് വേണ്ട. പിന്നെ ഞാൻ ചുമ്മാ ചോദിച്ചെന്ന് മാത്രമല്ലല്ലോ. നാളെ സാധനത്തിന് കടന്ന് തെണ്ടും. ഒരു കുഞ്ഞപ്പനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അടിക്കാറുണ്ട്. കുഞ്ഞപ്പനെ അങ്ങോട്ട് മാറി നിന്ന് അടിച്ചാൽ മതി. ഈ കുപ്പിമത്തോട്ടാണ് തലക്കെട്ടിയാൻ അടിക്കും ഞാൻ. നീ നീലിമല സിനിമ ഉണ്ടോ? നീലിമലേ? നീലിമല അല്ലടാ, നീലിമ തിയേറ്ററിലെ സിനിമ ഉണ്ട്, 6 തമ്പുരാൻ.
ഇല്ല, കാണാൻ പറ്റില്ല. എന്റെ അമ്മോ, മോഹൻലാലിന്റെ എൻട്രി ഒക്കെ ഭയങ്കരമാണ്. ചേട്ടാ പെണ്ണുപിള്ള ഡെയിലി പറയുന്ന ആ സിനിമ ഒന്നും കൊണ്ട് കാണിക്കാൻ കൊണ്ട് കാണിക്കണം. മോഹൻലാൽ വരുമ്പോഴൊക്കെ എന്തൊരു കൈയടിയാന്നറിയോ? തിയേറ്ററിലാ ഫസ്റ്റ് പിന്നെ ജഗൻ എന്നാ മോഹൻലാലിന്റെ പേര്. ആ അതിനകത്തെ സായിമാർ മോഹൻലാലിനെ പലയിടത്തും വിളിക്കുമ്പോ കിട്ടത്തില്ല. അവസാനം മോഹൻലാലിനെ കിട്ടും. മോഹൻലാൽ പറയും നീ ഒരു ചെറുതായിട്ട് തടി തുടങ്ങിക്കോ, മൂന്നാമത്തെ പെക്കിൽ ഐസ് ക്യൂബ് വീഴുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കുന്നു. എന്നിട്ട് സായിമാർ ഫസ്റ്റ് പെഗ് അങ്ങോട്ട് ഒഴിക്കും. ഫസ്റ്റ് പെഗ് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഐസ് ക്യൂബ്സ് ഇടും. ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് മോഹൻലാൽ വരൂല. സായിമാറിന് പോയോ ഭയങ്കര ടെൻഷൻ, വീണ്ടും ടെൻഷൻ കയറി. അടുത്ത രണ്ടാമത്തെ പെഗ്ഗാണ്. രണ്ടാമത്തെ പെഗ് മോഹൻലാല് ടെൻഷനിൽ ഒഴിക്കാണ്. മോഹൻലാലിനെ കാണാനിട്ട് ടെൻഷൻ എടുത്തിട്ട് രണ്ടാമത്തെ പെഗ് ഐസ് ക്യൂബ് ഇട്ട് ഇപ്പൊ മോഹൻലാൽ വരും. അതിലും വരില്ല. ലാസ്റ്റ് മൂന്നാമത്തെ പെഗ് അങ്ങോട്ട് എടുത്തിട്ട് ഭയങ്കര ടെൻഷൻ കാരണേ വല്ലാണ്ടായിട്ട് മൂന്നാമത്തെ പെഗ് എടുത്ത് ഐസ് ക്യൂബ് ഇട്ടില്ല. അതാ ഐസ് ക്യൂബ് ഇട്ടിട്ട് മൂന്നാമത്തെ പെഗും ഇപ്പൊ മോഹൻലാൽ മോഹൻലാൽ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര കയ്യടിയാണ് തിയേറ്ററിൽ. സായിമാർ സന്തോഷം കാരണം നാലാമത്തെ പെഗ് അങ്ങോട്ട് ഒഴിക്കാനും ശരിയാകണ്ടുള്ളത്. നാലാമത്തെ പെഗ് ഒഴിക്കാൻ നോക്കിയപ്പോൾ സാധനമില്ല. അങ്ങനെ തീർന്നത് ഇനി ഇല്ല അത്. അപ്പോൾ സായിമാർ ടെൻഷൻ ഒഴിച്ച് എങ്ങനെ അത് നാളെ ഇനി എന്തെടുത്തിട്ട് കുടിക്കും അല്ലേ? എന്നിട്ട് ബാക്കി പറ കഥയുടെ ബാക്കിയൊന്നുമില്ല. സായിമാർ പിടുത്തുപോയി. സായിമാർ പിടുത്തമായിട്ട് നാലാമത്തെ പെഗ് കിട്ടാത്തതിന്റെ വിഷമത്തില് മോഹൻലാലിനെ സുരേഷ് ഗോപിയും നോക്കി ടാറ്റ അണിച്ചിട്ട് എന്തൊരു കഷ്ടമാണ്. ഡെയിലി അവന്റെ പരിപാടി ഇതാണ്. നാളെന്ത് ഒരു പെഗ്ഗിന് നമ്മ അടിക്കുമ്പോഴേക്കും അവൻ സിനിമാക്കാതെ ഒടുക്കി സാധനം ഫുള്ള് എടുത്ത് അടിച്ചിട്ട് അങ്ങോട്ട് പോകും. അതെ ഞാൻ പോയി, അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ ഇടി എനിക്ക് കൊള്ളാൻ വയ്യ. അല്ല നാളെ സാധനം മേടിക്കണോട്ടാ. അത് മേടിക്കാം. അപ്പൊ നാളെ വൈകിട്ട് നാളെ വൈകിട്ട് അല്ല ഇത് എന്താണ് ഉദ്ദേശം? എന്താണ്? എടി 5 മണിയായപ്പോൾ ഞാൻ അതിലെ വരുമ്പോൾ പ്രകാശൻ ആ കലിക്കിന്റെ അവിടെ ഇരിപ്പുണ്ട്. എന്നോട് പറഞ്ഞു അമ്മാവനങ്ങാട്ട് വിട്ടോ, ഞാൻ പുറകെ വരികയാണെന്ന്. ഇപ്പൊ സമയം എത്രയായി? ഇനി ഞാൻ ഇവിടെ ഇന്ന് ഈ കടത്ത് വഞ്ചി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇന്ന് വീട്ടിൽ പോയി കിടക്കോ? ഞാൻ ഇവിടെ കിടക്കട്ടെ? അല്ലേലും അച്ഛൻ എന്ന് വന്നാലും അവസാനത്തെ കടത്ത് പോകൂലോ. അച്ഛൻ എന്ന് വന്നാലും എടി അച്ഛന്മാരാകുമ്പോൾ മക്കളോട് ചില ഉത്തരവാദിത്തമുണ്ട്. കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. മനസ്സിലായത്? നീ എന്റെ മകള് തന്നെ. അവൻ എപ്പോ വരുമെന്ന് പറ. എന്റെ അച്ഛ ആ മനുഷ്യന് ഈ ജന്മം നന്നാവില്ല. അങ്ങേർക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇവരുമായിട്ട് ഡെയിലി വെള്ളോടിയാ പതിവ്. എന്നിട്ട് വീട്ടിലേക്ക് പാതിരാത്രി ഞാൻ വരുമ്പോ എന്നെ കുറിച്ച് എന്റെ മക്കളെ കുറിച്ച് ആ മനുഷ്യന് എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ? ഇങ്ങനെ ഞാൻ കടുക്കുകയും ചെയ്യും. മകളൊന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഇനി ഞാനും ഒക്കെ മദ്യപിക്കണവന്. അവന്റെ മദ്യപാനം ഇന്നത്തോടെ നിർത്തും. ഞാൻ ആരാണെന്ന് അവനെ എന്റെ മറ്റൊരു മുഖം ഞാൻ ഇന്ന് അവനെ കാണിക്കും. അല്ല ചേട്ടൻ വരുമ്പോ നീ ഇടപെടരുത് ഇതില്. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പഴയ കാലത്ത് വലിയ പുള്ളിയായിരുന്നു. അവൻ ഇങ്ങോട്ട് വരട്ടെ. പ്രകാശം വരണ്ടോ? വരട്ടടി. അവൻ വരട്ടെ. അവൻ അവിടെ കിടന്ന് വേളം വെക്കളെ. എന്നെ കണ്ട സൈലന്റാ. എടാ പല്ലി, മുണ്ട് പൊക്കി കൊടുക്കാൻ ഇവിടെ എന്താടാ വെള്ളപ്പൊക്കോ? അതാരോടാ അച്ഛാ? എന്നോടാ. ഞാൻ താത്തി പരമനാരി കൈ തുരുത്തി നീ എന്നെ തല്ലുവോടെ? പ്രകാശൻ എപ്പോ വന്നു? എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എപ്പോ വന്നു ചോദിക്കാൻ അമ്മാവനാരാ? അമ്മാവൻ എപ്പോ വന്നു? എന്റെ വീട്ടിൽ വരുമ്പോ ഞാനല്ലേ അമ്മാവന്റെ അടുത്ത് ചോദിക്കണ്ടേ അമ്മാവൻ എപ്പോ വന്നു? ഞാനെപ്പോ വന്നു? അതെ എനിക്കങ്ങനെ അറിയാം. അമ്മാവനല്ലേ അറിയുള്ളൂ അമ്മാവൻ എപ്പോഴാ വന്നേന്ന്. പോയി ചോറെടുക്കാം. അമ്മാവനോട് അല്ല, അവിടെ പോയി ചോറ് വിളമ്പടി. പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇവിടെ നല്ല സായുമാർക്ക് നാലാമത്തെ പെഗ് ഇവിടെ പോയെന്നുള്ളതാണ്. ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ആയിട്ട് എങ്ങനെ നടക്കുക. മറ്റൊരു മുഖം അച്ഛന്റെ അധികാരം കാണിച്ചിട്ടില്ലേ? ഇത് കാണിക്കാതിരിക്കായിരിക്കും ഭേദം. അല്ല ഞാനൊന്ന് ഒതുങ്ങിയതല്ലേ. അച്ഛൻ ഒതുങ്ങിയായിരുന്നു. ഇപ്പൊ ചേട്ടനായിട്ട് ഒതുക്കാന്. അതെ ഇവന്റെ ഈ മദ്യപാനം നിർത്താനായിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? നമ്മുടെ അടുത്തൊരു ആശുപത്രി ഉണ്ട്. അവിടെ കൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാവുന്നേ ഉള്ളൂ. അതൊക്കെ നടക്കൂല അച്ഛാ. ചേട്ടനെ ഞാൻ 2 ഡോക്ടർമാരെ കാണിച്ചാ. പിന്നെ 2 ഡോക്ടർമാര് ചേട്ടന്റെ വെള്ളോടി ഫ്രണ്ട്സ് ആയി. അവസാനം ഞാൻ അടുത്ത് പരുമനപ്പള്ളിയിൽ ധ്യാനത്തിന് കൊണ്ടിരുന്നു. പിന്നെ ധ്യാനം കൂടാൻ വന്നവരുമായിട്ടായിരുന്നു വെള്ളോടി. അയ്യോ മകള് ധ്യാനത്തിന്റെ കാര്യം പറയുമ്പോൾ അച്ഛനൊരു കാര്യം ഓർമ്മ വന്നു. മണ്ഡലക്കാലാണല്ലോ. ഇലക്ഷൻ എടുത്താ? ഇലക്ഷൻ ഒന്നും അല്ല. എടി വൃശ്ചിക മാസമായില്ലേ? ആൾക്കാർ നോൻപെടുത്ത് മലയ്ക്ക് പോണ സമയം. ഇവരെ കൊണ്ട് നീ മാല ഇടിയിപ്പിച്ച് 41 ദിവസത്തെ വ്രതം എടുപ്പിച്ചാ വെള്ളാടി നിൽക്കും. 48 ദിവസം നമ്മൾ കുപ്പിയെടുത്ത് കാണിച്ചാൽ പറയാം എനിക്ക് വേണ്ട. പക്ഷെ മാല ഇടിക്കണം. അയ്യോ അത് നടക്കുമെന്ന് തോന്നണില്ല.
നടക്കൂല. ഇതാ നിന്റെ അമ്മയുടെ കഴിവൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല. അതിനൊക്കെ മിടുക്കി നിന്റെ അമ്മ ഭാനുമതിയായിരുന്നു. എടി ഞാൻ കല്യാണം കഴിച്ചപ്പോ അവൾക്കറിയാം ഞാൻ മദ്യപിക്കും എന്നുള്ള കാര്യം. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവളെന്നെ കൊണ്ട് മാലയിടിച്ച്. എന്തിന്? പഴനി പോകാനായിട്ട്. ഞങ്ങൾ ഒന്നിച്ച് പഴനിക്ക് പോയി. പഴനിക്ക് പോയി തിരിച്ചു വന്നതും വീണ്ടും എന്നെ കൊണ്ട് മാലയിടിച്ച്. അതെന്തിന്? തിരുപ്പതി പോകാൻ എന്റെ തല ഉണ്ടര ചെയ്യാനായിട്ട്. നല്ല ഭർത്താവിനെ കിട്ടിയതിന്. അത് ഞാൻ ഒറ്റക്കാണ് പോയത് തിരുപ്പതിയിൽ. തിരിച്ചു ഞാൻ വന്നതും വീണ്ടും മാലയിടിച്ച്. പിന്നെ ഇടിപ്പിച്ച് ശബരിമലക്ക് പോകാനായിട്ട്. പിന്നെ കേരളത്തിലുള്ള അമ്പലങ്ങൾ മുഴുവൻ എന്നെ കൊണ്ട് വഴിപാട് ചെയ്യിപ്പിക്കുകയായിരുന്നു. 5 കൊല്ലം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് വഴിപാട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഈ 5 കൊല്ലം നിന്റെ അമ്മ വീട്ടിൽ നിന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. അവള് കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് ചെയ്തു. 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ വരുമ്പോ നിനക്ക് 1.5 വയസ്സ്. കൊല്ലം സ്ഥിതിക്ക് 3 രാജേഷ് പറവനും 5 വയസ്സ്. പിന്നല്ല എന്നെ ഒരു ബുദ്ധിമുട്ടും അറിയിച്ചില്ല. അച്ഛന്റെ കാലിക്കണം മേരിക്കൂട്ടാ. എന്നെ വായിക്കും. എനിക്ക് ഇത്ര നന്നായാൽ മതി. എന്റെ ആളെ നീ അവളെ കൊണ്ടൊന്ന് മാല ഇടിപ്പിക്കാം. അവനെ കൊണ്ടൊന്ന് അത് ഞാൻ വേണമെങ്കിൽ നോക്കാം. നോക്കാം. എങ്കിൽ അവന്റെ വെള്ളാടി നിർത്തണം. അച്ഛനും എത്തി ആയിട്ടില്ലല്ലേ? എന്നാ മാല ഇടിക്കണ കാര്യം ഞാനും എത്തി. എന്നാ ശരി എന്നാ ചെല്ലുന്ന അകത്തോട്ട് ചെല്ലി. എന്റെ ദൈവമേ അവന്റെ വെള്ളാടി ഒന്ന് നിർത്തി തന്നെ. അല്ല എന്താ നിന്റെ തീരുമാനം? ഞാൻ നിക്കണ പോണാ? എന്റെ അച്ഛ ഇന്നലെ രാത്രി ഞാൻ ചേട്ടനോട് പറഞ്ഞ എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അതെ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയേക്കോ മാലയിടാൻ. അമ്പലത്തിൽ പോയാ? ഓ സന്തോഷായി. അപ്പൊ അവരുടെ വെള്ളാടി നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റി. ഇനിയെങ്കിലും നന്നായാ മതിയായിരുന്നു. ഇനി നീ കണ്ടോ അവന്റെ മാറ്റം? വരുന്നുണ്ടല്ലോ. സ്വാമിയെ ശരണമായി. സ്വാമിയെ ശരണമയ്യപ്പ. അമ്മാവെപ്പോ വന്ന്? ഞാനോ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഇത്ര നാളായി കണ്ടിട്ടല്ലേ? അനുഗ്രഹിക്കണേ. അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നാ മക്കളെ ഇത് അടുക്കളയിലോട്ട് കൊണ്ടുപോയി. ഇനി തൊട്ട് ഈ വീട്ടിൽ മലക്കറി മതി. അതുകൊണ്ടാ കേട്ടാ. മലക്കറി പച്ചക്കറി ആഹാരങ്ങൾ മാത്രമേ ഇനി മതി. അതുകൊണ്ടാണ് ഞാൻ അത്തോട്ടിയല്ലേ. ആയിക്കോട്ടെ. എന്തൊരു വിനയം കണ്ട. മദ്യപാനം ഇതോടെ നിർത്തി. നീ മലക്കറിയൊക്കെ വെച്ച് അവന് നന്നായിട്ട് രുചിയോട് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. 41 ദിവസം വ്രതം എടുപ്പിക്കണം. മനസ്സിലാണുണ്ടാ നിനക്ക്? അമ്മയുടെ മോളാണെന്ന് നീ തെളിയിക്കണം. അടുക്കള ചട്ടിയിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്ത് കളഞ്ഞു കേട്ടോ. അതിന് തൊട്ട് വേണ്ട. കോഴിയിറച്ചി കറി മീൻ കറി ഒന്നും ഇനി വേണ്ട. അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അയ്യോ അത് എന്തിനാ ചേട്ടൻ എടുത്ത് കളഞ്ഞത്? ഞാൻ അച്ഛന് കൊടുക്കാൻ വെച്ചിരുന്നതല്ലേ. പിന്നെ ഇന്നലത്തെ കറി തന്നെയായിട്ട് ഞാൻ പട്ടിയല്ലേ ഇവിടെ കയറി വന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സ്വാമി ശരണം. സ്വാമി ശരണം. അപ്പൊ നോൻപൊക്കെ നന്നായിട്ട് എടുക്കണം. ആയിക്കോട്ടെ. ഞാൻ ഇടക്ക് വരാം. നവീന മോളെ നിക്കള്ള ഞാൻ ഇറങ്ങാൻ. എന്നാ ശരി ആയിക്കോട്ടെ. ശരി. മിലിറ്ററി ആണല്ലേ? മിലിറ്ററി നല്ല സൂപ്പർ സാധനമല്ലേ? പ്രകാശനം കണ്ടിട്ടില്ല. വരും അതേ വന്നിട്ടുണ്ടല്ലോ. ഒരു ഉത്തരവാദിത്തം വേണ്ടേ? വൈകിട്ട് 5 മണിക്ക് നമ്മ അടി കൊടുക്കണല്ലേ? ഇത് എത്ര നേരമായി? മണി 5:30 കഴിഞ്ഞ്. അയ്യോ നിങ്ങൾ കഴിച്ചോ? ഞാൻ നിർത്തി. അയ്യോ ഇനി ഒരു 41 ദിവസത്തേക്ക് എനിക്ക് വ്രതമാ. മദ്യപിച്ചുകൂടാ. അതുകൊണ്ട് വ്രതം? ശബരിമലയ്ക്ക് പോണതിന്റെ നോമ്പെടുത്തേക്കാണ്. അതെ അതെ. സ്വാമി ശരണം. ആയിക്കോട്ടെ. എന്നാ ഞാൻ പോയിക്കോട്ടെ. അല്ല കമ്പനിക്ക് വെറുതെ ഇരിക്കാല്ലേ? വെറുതെ ഇരിക്കാൻ വേണം. ഞാൻ കുഴപ്പമില്ല. ഈ ഗ്ലാസ് വേണ്ട. 2 ഒഴിച്ചാൽ മതി. ഒഴിക്കട്ടെ. 41 ദിവസത്തെ വ്രതം ഒറ്റ അടി കൊടുക്കണേ ചെറുക്കൻ. ഇപ്പോഴത് ഒഴിക്കാൻ നേരെ പോയി ഒഴിക്കാറിഞ്ഞൂടെന്ന്. ഈ ഗ്ലാസ്സിൽ കൂടുതലാണ്, ഇതിനകത്ത് കുറവാണ്. ആരെങ്കിലും ഇത് ചെയ്യാൻ ഞാൻ ഒഴിച്ചൊക്കെ തരാം. ഓ എടാ മതിക്കട്ടെ. ഓക്കെ ഓക്കെ. അടിക്കാം. സ്വാമിയേ എന്ത് പറ്റിയടാ? ഇച്ചിരി തുള്ളി വീണ് കയ്യിലേ. അയ്യോ ഭയങ്കര വ്രതമുള്ളപ്പാ. എടാ മിലിറ്ററി വെള്ളം വേണ്ട. ഏലാമ്പേ സാധനം അപ്പൂപ്പേലട്ടാ. മിലിറ്ററി സാധനമാണ്. മിലിറ്ററിയുടെ രാജകീയത. ഇങ്ങനെ പറന്ന് കഴിച്ചോണ്ടിരിക്കണേ എന്തിനാ? എന്തേലൊക്കെ സംസാരിച്ചല്ലേ? അല്ല 2 അടിച്ചു കഴിയുമ്പോ ഒരു തരിപ്പുണ്ടാവും. നീ ആദ്യമായിട്ട് മലക്കോണാണ്? കുഞ്ഞിലെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെന്തിനാ ഇത് ആദ്യമായിട്ട് പോണവരാ 41 ദിവസത്തെ വ്രതമൊക്കെ എടുക്കണത്? അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു അമ്മാവനുണ്ട്. പുള്ളി എല്ലാ കൊല്ലവും മുടങ്ങാട്ട് മലക്കോണാവാണ്. പുള്ളി ഒരാഴ്ചത്തെ നോയമ്പൊക്കെ എടുക്കാറുള്ളൂ. ഒരു ദിവസം കൊടുത്താൽ മതി. നോയമ്പ് കൃത്യമാണെങ്കിൽ ഒരു ദിവസത്തെ നോയമ്പായാലും മതി. പക്ഷെ വേറൊരു സംഗതി ഉണ്ട്. ഈ പുള്ളി നോയമ്പെടുത്താലും വെള്ളം അടിക്കും. അതിന് വെള്ളം അടിക്കൊണ്ട് കുഴപ്പമില്ല. ഇറച്ചി മീനും കൂട്ടായിരുന്നാ മതി. സാധനം വെജിറ്റേറിയൻ ആണ്. ഇത് വെജിറ്റേറിയൻ ആണല്ലോ. വെജിറ്റേറിയൻ എന്തുവാ? എടാ ഇത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ ഫ്രൂട്ട്സാ? എടാ പൈനാപ്പിൾ, ഓറഞ്ച്, മുന്തിരി, ഈ വക സാധനങ്ങളുടെ സത്താണിത്. നീ നോയമ്പെടുത്തുനിന്ന് മാലിട്ടെന്നും പറഞ്ഞിട്ട് ജ്യൂസ് കുടിക്കണമെങ്കിൽ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. നിന്നോട് ഇറച്ചി മീനും കൂട്ടണമെന്നല്ലേ പറഞ്ഞേക്കണത്? മുന്തിരി ജ്യൂസ് കുടിക്കുന്നത് ആരും പറഞ്ഞിട്ടില്ല. ഇല്ല. ഇതാണ് കടിക്കാൻ ഒരു കുഴപ്പമില്ല. ഈ ഗ്ലാസ് കൂടെ വെച്ചേക്ക്. ഇവിടെ ഗ്ലാസ് കൂടെ വെച്ചേക്ക്. എന്തിനാണത്? അങ്ങനെ 2 പേരല്ലേ അടിക്കണം? അല്ല ഇനിയിപ്പം മാലയിട്ടുണ്ട് മദ്യത്തിൽ തൊടാൻ പാടില്ല. മാല ഇടണത് പോരണതൊക്കെ നമ്മളല്ലേ? അതിനൊക്കെ എന്തുവാ? അതിലൊന്നൊന്നുമില്ല. കറുത്ത മുണ്ട കുടിച്ച് നീ എന്തായി കാണിക്കണത്? കറുത്ത മുണ്ടെടുത്ത് ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല. അതിന്റെ
ഇന്നത്തെ ഒരു ദിവസത്തെ നോയമ്പ് വേണ്ട, 40 ദിവസം മതി നാളെ തൊട്ട്. അപ്പൊ ഒരു ദിവസം വെട്ടി, ഒരു ദിവസം വെട്ടിക്കളഞ്ഞു. ആ ഒരു ദിവസം വെട്ടി. മിലിറ്ററി ആയതുകൊണ്ട് അപ്പൊ നീ അതിന്റെ ശൈലിക്കാട് ഒഴിച്ച സാധനം ഇപ്പഴാ എനിക്കൊരു ഉഷാറായത്. എനിക്കൊരു ചിരിച്ചില്ലായത്. സ്വാമി ഓ മോളൊക്കെ അടിച്ചോ? പക്ഷെ ഇറച്ചി മീനും കൂട്ടാൻ നിൽക്കരുതട്ടാ. ഓ ഇല്ല. പണ്ടേ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിലെ എന്റെ അമ്മ വീട്ടിൽ നിന്ന് ഞങ്ങൾ മരക്കുപോയി. ആ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കള്ളസ്വാമി ഉണ്ടായിരുന്നു. മാലയിട്ടിട്ട് തക്കം കിട്ടിയാവൻ പോയി പൊറോട്ട ഇറച്ചി തിന്നു. ഭയങ്കര. അങ്ങനെ ഞങ്ങൾ കരിമല കയറിക്കൊണ്ടിരിക്കുമ്പോഴല്ല ഈ കള്ളസ്വാമിനെ പിടിക്കാനായിട്ട് ഒരു 50 പുലി നിരന്ന് നിൽക്കുന്നു. എത്ര പുലി? 40 എണ്ണം. എത്ര എണ്ണം? 25 പുലി. അവസാനം എലിയാണോ പുലിയാണോ എന്ന് അറിഞ്ഞൂടെ? ഏതോ കരിയിലാനല്ലേ? പഴയ പുരാവസ്തു കേന്ദ്രത്തിൽ കിടക്കുക ഈ കോമഡിയൊക്കെ. നാണമില്ലാതെ ഇവരൊക്കെ ഇത് കിടന്ന് പറയാം. കോമഡി ഫെസ്റ്റിവൽ കാണാറുണ്ടല്ലോ. എല്ലാ പരിപാടിയും കാണാം. മിമിക്രിക്കാരെ കൊണ്ട് വലിയ ശല്യം, ഒരു കൗണ്ടർ പോലും അടിക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് സംഭവം പോട്ടെ, ഞാനത് വെറുതെ പറഞ്ഞാണ്. പുലിയൊന്നും ഉണ്ടായില്ല. ഉച്ചയായപ്പോ അന്നൊക്കെ കഞ്ഞി വെച്ച് നമ്മൾ നടന്നാണ് പോണത്. പിന്നെ കഞ്ഞി വെച്ച് വേണം കഴിക്കാനൊക്കെ ആയിട്ട്. ഉച്ചയായപ്പോ ഞങ്ങള് കഞ്ഞി വെക്കാൻ വേണ്ടി ഒരു പാറപ്പുറം അടപ്പ് അന്വേഷിച്ച് ഒരു പാറപ്പുറം കണ്ട് ആ പാറപ്പുറത്ത് കൊണ്ടുപോയി ഞങ്ങള് ഇങ്ങനെ കഞ്ഞിക്കലം വെച്ചിട്ട് തീ കൊടുത്തതും കഞ്ഞിക്കലം മുകളിൽ നിൽക്കണം. ദൈവമേ, സ്വാമി അനുഗ്രഹിച്ച. സ്വാമിയുടെ അനുഗ്രഹമല്ല, പാറപ്പുറം കൊണ്ട് വെച്ചത് ആനപ്പുറത്തായിരുന്നു. വിഷയായി പോയില്ലേ? നീ പഠിക്കാൻ പോയിട്ടുണ്ടോ? എന്ത് നോണ പറയാൻ? അല്ല, എന്തൊക്കെയാണ് ഈ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു ഇങ്ങനെയൊക്കെ പറയാന്? ഞാൻ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തമാശയൊന്നുമല്ല പറഞ്ഞത്. പേട്ടതുള്ള അറിയാമോ? ദൈവം തുള്ളു, അസലായിട്ട് തുള്ളു. ഗോപിയുടെ പെങ്ങളുടെ കല്യാണത്തിന്റെ തലേന്ന് ഇവൻ അവിടെ കിടന്ന് എന്ത് പേട്ട തുള്ളലായിരുന്നു. അത് ഡിസ്കോ അടിച്ചതല്ലേ? ഞാൻ ഡിസ്കോ ഞാൻ പേട്ട തുള്ളലാണെന്ന് ഇരുത്തിട്ടാ ഇവൻ പഠിപ്പിച്ചോടാ നിന്നെ. പേട്ടതുള്ളണ്ടല്ലേ, ഈ കളബവും ചന്ദനവും പസ്പും ഒക്കെ വാരിത്തു ഇങ്ങനെ പേട്ടതുള്ള ഇങ്ങനെ ഇവിടെ ഒരു മയിൽപ്പിലേക്ക് വെച്ച് പേട്ടതുള്ളി ഒന്ന് കാണിച്ചേ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കുനിഞ്ഞടി അടി. പാമ്പ് മദ്യം വെച്ചിട്ടാണ് ഞങ്ങൾ പിടിച്ചിട്ടില്ല. ഉമ്മാര് പറഞ്ഞത് ഫ്രൂട്ട്സ് ആണ്. ജ്യൂസ് അവര് വിളക്കുവാ മാല ഇട്ടേക്കല്ലേ? ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാലോ. നിങ്ങൾ കൂട്ടുകാർ വേണ്ട പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു കൊടുത്ത് ഇത് കേക്കണ്ടേ? എന്റെ ദൈവമേ, മാല ഇട്ടോണ്ട് മദ്യപിക്കാൻ പാടണ്ട. മാല ഊരി ഞാനൂരി. ദൈവമേ, 40 ദിവസം വ്രതം വേണ്ടല്ലേ? ഇന്നൊരു ദിവസം അവധി, നാളെ തൊട്ട് ത്രൂ ഔട്ട് 40 ദിവസവും വ്രതം. ഉറപ്പാണ്? ഉറപ്പാണ്. രാവിലെ പോയി മാല ഇട്ടോളാം. ഉറപ്പാണ്? ഉറപ്പാണ്. എന്നാലും എനിക്ക് വിശ്വാസം പോരാ. മാല ഒരു കാര്യം ചെയ്യാം, അച്ഛൻ കൂടെ പോയിട്ട് മാല ഇടാം. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ശബരിമലക്ക് പോകാം. അപ്പൊ 40 ദിവസം വ്രതം എടുത്ത് നമ്മൾ ശബരിമലക്ക് പോകുന്നു. നല്ല കാര്യം. അങ്ങനെ 41 ദിവസത്തെ വ്രതമെടുത്ത പ്രകാശന്റെ വ്രതം മാലയിട്ടും മാല ഊരിയും ദിവസേന മുടങ്ങിക്കൊണ്ടിരുന്നു. ഇന്നാണ് പ്രകാശൻ ശബരിമലയ്ക്ക് പോകേണ്ട ആ സുദിനം. അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ 41 ദിവസം തികച്ച്. നീ വ്രതം എടുത്തില്ല? ഞാൻ എല്ലാ ദിവസവും രാവിലെ പോയി മാല ഇടുമായിരുന്നല്ലോ. എന്നിട്ട് വൈകുന്നേരം മാല ഊരിട്ട് നീ ഇവിടെ ഒന്ന് സ്മോൾ പഠിക്കുമായിരുന്നു. ദിവസം വീണ്ടും ഞാൻ പോയി മാല ഇടുമല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെ ആയാലും 41 ദിവസം തികച്ചല്ലോ. ശബരിമലക്ക് പോകണല്ലേ? പിന്നെ നീ പോണ? അല്ല, അമ്മാവൻ എന്റെ കെട്ടും കൂടെ പുള്ളിയുടെ തലയെ കെട്ടി വെച്ച് രണ്ടുമായിട്ട് പോയിക്കോളൂ, അല്ലെ വെട്ടി കൊന്നുകളയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ഫുള്ള് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അടിക്കാം. നമ്മക്കല്ല, നീ ഒറ്റക്ക് അടിച്ചോ. അതെന്താടാ? ഞങ്ങൾ അടിക്കല്ല, ഞങ്ങള് വ്രതം എടുത്ത്. എന്തിന്? ശബരിമലക്ക് പോവാൻ. അതിനെന്താ? വെജിറ്റേറിയൻ അല്ലേ ഇത്? ഫ്രൂട്ട്സ് അല്ലേ? ജ്യൂസ് അല്ലേ? ഞങ്ങള് ജ്യൂസ് കൂടി നിർത്തി. സ്വാമിയേ ശരണമയ്യപ്പോ.